യുദ്ധത്തിൻ്റേതായാലും ഭീകരവാദത്തിൻ്റേതായാലും കെടുതികൾ സൃഷ്ടിക്കുന്ന വേദന വളരെ വലുതാണ്. ഉക്രൈനും റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു കരാറിനെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അമേരിക്കയും ഉക്രൈനുമായിട്ടുള്ള ധാതു കരാർ. ഒരു രാജ്യത്തിൻ്റെ സമ്പത്തിന്മേൽ മറ്റൊരു രാജ്യത്തിൻ്റെ കടന്നുകയറ്റം കോളനിവൽക്കരണത്തിൻ്റെയോ സാമ്പത്തിക ഇമ്പീരിയലിസത്തിൻ്റെയോ പുതിയ ഭാവങ്ങൾ എന്നും വിശേഷിപ്പിക്കാം. എന്താണ് ഈ ധാതു കരാർ? US ഉക്രൈൻ റീകൺസ്ട്രക്ഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്നും ഇതിനെ വിശേഷിപ്പിക്കാം. ഈ കരാറിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു സംവിധാനമാണിത്. 2025 ഏപ്രിൽ 30-നാണ് രണ്ട് രാജ്യങ്ങൾ ഇതിൽ ഒപ്പുവെച്ചത്. നിർണായക ധാതുക്കൾ അഥവാ ക്രിട്ടിക്കൽ മിനറൽസ്, അപൂർവ ഭൗമ ധാതുക്കൾ അഥവാ റെയർ എർത്ത് മിനറൽസ് എന്നിവയിൽ പങ്കാളിത്ത മാതൃകയിൽ രണ്ട് രാജ്യങ്ങളും പരസ്പര ധാരണയോടെ പ്രവർത്തിക്കും. ഈ സാഹചര്യത്തിൽ എന്താണ് നിർണായക ധാതുക്കളെന്ന് നോക്കാം. പ്രധാനമായും രണ്ട് മാനദണ്ഡങ്ങൾ നമുക്ക് കാണാം. ഒന്ന്, രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ വികാസത്തിനും സുരക്ഷയ്ക്കും അവ എത്രത്തോളം നിർണായകമാണ്. രണ്ട്, അവയുടെ ലഭ്യതക്കുറവ്. ചില രാജ്യങ്ങളുടെ സവിശേഷതയനുസരിച്ച് ഈ വ്യാഖ്യാനത്തിന് അല്പം വ്യത്യാസം കണ്ടേക്കാം. എന്തായാലും ഈ ധാതു നിക്ഷേപമെല്ലാം കാര്യമായിട്ട് ഉക്രൈനിലുണ്ട്. ടൈറ്റാനിയം, ലിഥിയം, ബെറീലിയം, ഗ്രാഫൈറ്റ് തുടങ്ങിയ നിർണായക ധാതുക്കളും 17 അപൂർവ ഭൗമ ധാതുക്കളും ഉക്രൈനിലുള്ളതായിട്ട് കണക്കാക്കുന്നു. ഇവയെല്ലാം ആയുധത്തിൻ്റെ നിർമ്മാണത്തിന്, ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിന്, വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു. ഒരു കണക്ക് പ്രകാരം 14.8 ലക്ഷം കോടി ഡോളർ മൂല്യം വരുന്ന ധാതു സമ്പത്ത് ഉക്രൈനിലുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അമേരിക്കയുടെ കണക്കിൽ നിർണായക ധാതുക്കളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 50 എണ്ണത്തിൽ 22 എണ്ണം ഉക്രൈനിലുണ്ട്. യൂറോപ്യൻ യൂണിയൻ്റെ കാര്യത്തിൽ 34 എണ്ണത്തിൽ 25 എണ്ണവും അവിടെ ഉണ്ട്. ലോകത്തിലെ ധാതു സമ്പത്തിൽ 5% ഉക്രൈനിലുള്ളത്. എന്നാൽ 15% മാത്രമാണ് അവർ ചൂഷണം ചെയ്തത്. ഈ സാഹചര്യത്തിൽ ചൈനയുടെ ധാതുസമ്പത്ത് മേഖലയിലെ പ്രാമുഖ്യം മനസ്സിലാക്കുന്നത് ഈ കരാറിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കുന്നതിന് ഉചിതമായിരിക്കും. ആഗോള അപൂർവ ഭൗമധാതുക്കളുടെ ഉൽപ്പാദനത്തിൻ്റെ 61%, സംസ്കരിച്ചെടുക്കുന്നവയുടെ 92% ചൈനയുടെ പക്കലാണ്. മാത്രമല്ല, മെച്ചപ്പെട്ട സംസ്കരണ സാങ്കേതികവിദ്യ, സംസ്കരണ ചെലവ് വളരെ കുറഞ്ഞത് ഇവയുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത്രയധികം ഉൽപ്പാദിപ്പിക്കുന്ന ചൈനയെ അമേരിക്ക ആശ്രയിക്കുന്നു. അമേരിക്കയ്ക്ക് ആവശ്യമായ അപൂർവ ഭൗമധാതുക്കളുടെ 70% ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ നമുക്ക് കരാറിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പരിശോധിക്കാം. കരാർ പ്രകാരം ധാതുക്കളുടെ ഉടമസ്ഥാവകാശം ഉക്രൈന് തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ ആഗോള നിക്ഷേപകർക്ക് ഇവിടെ നിക്ഷേപിക്കാം. യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ബന്ധത്തിന് ഈ കരാർ തടസ്സമല്ല. പക്ഷേ ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും പ്രവർത്തനം. അതുകൊണ്ട് തുടർന്ന് ഒരു LP എഗ്രിമെൻറ്റ്, ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് തയ്യാറാക്കും. അതിലെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുകയുള്ളൂ. ഏതായാലും ധാതു നിക്ഷേപങ്ങളോടൊപ്പം പ്രകൃതിവാതവും എണ്ണയും ഈ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. മറ്റു ചില കാര്യങ്ങളും നമുക്ക് ഈ കരാറിൽ കാണാം. ഒന്ന്, US തുടർച്ചയായിട്ട് അവർക്ക് നൽകിയ സഹായത്തിൻ്റെ വിലയായ $500 ബില്യൺ തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അതൊരു $350 ബില്യൺ കുറഞ്ഞെങ്കിലും അത്രയുമില്ലെന്ന് സെലൻസ്കി അവകാശപ്പെടുന്നു. അത് കണക്കിൽ സഹിതം അദ്ദേഹം സമർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ആ പണമൊന്നും ഇപ്പോൾ തിരിച്ചു നൽകണ്ട എന്ന് കരാർ പറയുന്നു. ട്രംപിൻ്റെ വാദമെന്ന് പറയുന്നത് സൈദ്ധാന്തികമായിട്ട് അതിലും കൂടുതൽ തുക ഉക്രൈനിൽ നിന്ന് ഈ കരാർ പ്രകാരം തിരിച്ചു കിട്ടുമെന്നാണ് കണക്കാക്കുന്നത്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഉക്രൈൻ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന USൻ്റെ മിലിറ്ററി സഹായമാണ്. ട്രംപ് നൽകില്ല എന്ന നിലപാടായിരുന്നു. പക്ഷേ കരാർ പ്രകാരം തുടർന്നും മിലിറ്ററി സഹായം ലഭിക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ മൂല്യം കണക്കാക്കി ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൽ മൂലധനമായിട്ട് കണക്കാക്കുമെന്നാണ് പറയുന്നത്. ഉക്രൈൻ്റെ മറ്റൊരാവശ്യം അമേരിക്കയുടെ സെക്യൂരിറ്റി ഗ്യാരൻറ്റിയാണ്. പക്ഷേ കരാറ് പ്രകാരം USൻ്റെ മിലിറ്ററി സെക്യൂരിറ്റി ഗ്യാരൻറ്റി ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൂറോപ്യൻ യൂണിയനിൽ
അംഗമാകുന്നതിനോ അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതിന് തുടർന്നും കൊണ്ടുപോകുന്നതിനുള്ള ഉക്രൈൻ്റെ മോഹത്തിന് പ്രതിബന്ധമല്ല കരാറെന്ന് കാണാം. ഈ സാഹചര്യത്തിൽ ഉയരുന്ന ഒരു ചോദ്യം ഇതിൻ്റെ ധനസമാഹരണം എങ്ങനെ നടക്കുമെന്നുള്ളതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് പണമുണ്ടെങ്കിലല്ലേ പ്രവർത്തനം നടക്കുകയുള്ളൂ, പാർട്ട്ണർഷിപ്പ് വ്യവസ്ഥയിലായിരുന്നാലും. പക്ഷെ അതിന് വ്യക്തതയില്ല. അതിന് വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻ്റ് വരണം. അത് വന്നാലേ കരാറിൻ്റെ വളവും തിരിവും ഒക്കെ മനസ്സിലാക്കിയുള്ളൂ. എത്ര കണ്ട് അമേരിക്കയ്ക്ക് ഗുണമാണ്, അല്ലെങ്കിൽ ഉക്രൈൻ എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് മനസ്സിലാക്കിയുള്ളൂ. ഏതായാലും പ്രതീക്ഷിക്കുന്ന ഒരു സാധ്യത റീകൺസ്ട്രക്ഷൻ റീഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൻ്റെ ആദ്യ ദശകത്തിൽ ലഭിക്കുന്ന ലാഭമെല്ലാം ഉക്രൈനിൽ പുതിയ പ്രോജക്റ്റിൻ്റെ രൂപത്തിലോ പുനരുദ്ധാരണത്തിനാവശ്യമായ നിക്ഷേപത്തിൻ്റെ രൂപത്തിലോ വരുമെന്നാണ്. ഇതൊരു സാധ്യത മാത്രമാണ്, ഇത് നടക്കണമെന്നില്ല. അത് എഗ്രിമെൻ്റ് വന്നാൽ മാത്രമേ നമുക്കറിയൂ. ഇതുകൊണ്ട് എന്തൊക്കെ ഗുണമാണ് അമേരിക്കയ്ക്കും ഉക്രൈനും ഉള്ളത്? തീർച്ചയായിട്ടും അമേരിക്ക വല്ലാണ്ട് ചൈനയെ ആശ്രയിച്ചാണല്ലോ നിൽക്കുന്നത്. ചൈനയാകട്ടെ അതിൽ പ്രത്യേകിച്ച് റെയർ എർത്ത് മിനറൽസ് കൊടുക്കുന്നതിൽ നിയന്ത്രണവും ഏർപ്പെടുത്തി വ്യാപാര യുദ്ധത്തിൻ്റെ ഫലമായിട്ട്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ചൈനയോടുള്ള ആശ്രയത്വം കുറയ്ക്കാം. ഈ ധാതു സമ്പത്തുക്കളോടുള്ള കണ്ണ് വളരെ വലുതാണ് അമേരിക്കയ്ക്ക്. അതുകൊണ്ടാണ് ഗ്രീൻലാൻഡിന് ഒന്ന് കണ്ണുവെച്ചത്. പക്ഷേ ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിൽ വിജയിച്ചില്ല. ഇവിടെ ഉക്രൈൻ്റെ കാര്യത്തിൽ വിജയിക്കുകയും ചെയ്തു. മറ്റൊന്നെന്ന് പറയുന്ന യുദ്ധകാലത്ത് മുൻ സർക്കാർ നൽകിയ ഉക്രൈന് നൽകിയ സഹായം ഇതിലൂടെ തിരിച്ചു പിടിക്കാമെന്നുള്ളതാണ് അമേരിക്ക കണക്കാക്കുന്നത്. ഉക്രൈനും ചില ഗുണങ്ങളുണ്ട്. തുടർന്ന് മിലിറ്ററി സഹായം ലഭ്യമാകും. യുദ്ധം വരുത്തിയ നാശം ഒഴിവാക്കാൻ കഴിയും. പുതിയ നിക്ഷേപവും വികസനവും ഉറപ്പുവരുത്താൻ കഴിയും. എന്ന് വിചാരിച്ചതിന് വെല്ലുവിളികളൊന്നും ഇല്ല എന്നല്ല, ധാരാളം വെല്ലുവിളികളുണ്ട്. ഒന്ന്, ഖനനത്തിന് വേണ്ടി വരുന്ന കാലതാമസം. 10-ലധികം കൊല്ലമെടുക്കും ഒരു പുതിയ പ്രോജക്റ്റ് ഇവിടെ വരാനെന്നാണ്. മാത്രമല്ല പുതിയ സാഹചര്യത്തിൽ അത് അത്ര എളുപ്പമല്ല. പോരെങ്കിൽ സംസ്കരണ സാങ്കേതിക വിദ്യയുടെ അഭാവവും കൂടിയ ചെലവും ഒരു കീറാമുട്ടിയാണ്. അപൂർവ ധാതുക്കളിൽ 40% ഉള്ളത് റഷ്യ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഉക്രൈൻ പ്രദേശത്താണ്. അടിസ്ഥാന സൗകര്യ വികസനവും മോശമാണ്, അത് താറുമാറായി കിടക്കുകയാണ്. അപ്പോൾ റഷ്യയോട് കർശനമായ നിലപാടുണ്ടെങ്കിലും അത് എത്ര കണ്ട് സത്യസന്ധമാണ് എന്നുള്ള ഒരു ചോദ്യമാണ് പല കോണുകളിൽ നിന്നുള്ളത്. ഇപ്പോൾ റഷ്യ കീഴടക്കിയിരിക്കുന്ന പ്രദേശത്ത് നിന്ന് ഒരു സമാധാന പ്രക്രിയയിലൂടെ അവരെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഈ കരാറ് ഉക്രൈന് പ്രയോജനകരമായിരിക്കും. അതായിരിക്കും ഉക്രൈൻ്റെ വലിയ വിജയം. അമേരിക്കയുടെ ആവശ്യവും അതാണ്, അവരെ മാറ്റിയെടുക്കുക. പക്ഷേ അതിനു പകരം ഇവർ തമ്മിലുള്ള രഹസ്യധാരണയെ വല്ലതും ഉണ്ടാകുകയാണെങ്കിൽ അത് കരാറിൻ്റെ അന്തസ്സത്തെ ചോദ്യം ചെയ്യും. ഏതായാലും ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിന് കാത്തിരിക്കാം.